പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പട്ടാമ്പി അറിയാത്ത ആളുകളുണ്ടായിരിക്കില്ല. പട്ടാമ്പി നല്ലൊരു സെൻറ്ററാണ്. അപ്പോൾ ഈ പട്ടാമ്പി റോട്ടിൽ ഒരു അത്ഭുത കുഴിയുണ്ട്. ആ കുഴീനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ പട്ടാമ്പി സെൻറ്ററിലുള്ള ഈ കുഴിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? കുഴിയെ പറ്റിയിട്ട് എന്താ, നല്ല അഭിപ്രായം തന്നെ. നല്ല കുഴിയാണ്, സാമാന്യം നല്ല കുഴിയാണ്. കുറച്ചുകൂടി ആഴം കൂടിയാൽ നന്നായിരുന്നു. ആഴം കൂടി വരുന്നുണ്ട്. തന്നെയാണ്. എന്ത് കുഴിയല്ലേ, ഒരു കുഴിയേക്ക് എന്തിനത്ര അധികം പ്രതിഷേധം. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ആ ചേട്ടൻ്റെ മനസ്സിൽ തന്നെ എന്തോ ഒരു വലിയ പ്രതിഷേധം അല തല്ലുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത്. അതൊരു ചെറിയ കുഴിയല്ലേ, അതുകൊണ്ട് ഇപ്പം എന്താണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. ഈ കുഴി എത്രയോ പ്രാവശ്യം അടച്ചിട്ടുള്ളതാണ് അധികൃതർ. അടയ്ക്കും അത് തുറക്കും, അടയ്ക്കും അത് തുറക്കും. അങ്ങനെയാണ് ആ കുഴിയുടെ പോക്ക്. ഇനിയിപ്പോൾ ഈ കുഴി പട്ടാമ്പിൽ എവിടെ ആണ് എന്നുകൂടി അറിയാത്ത ആളുകൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പട്ടാമ്പിയുടെ ഹൃദയഭാഗം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന മൂന്നും കൂടിയ ജംഗ്ഷനായ താഴെ പട്ടാമ്പിയിലാണ് കേട്ടോ. ഒരു റോഡ് പട്ടാമ്പി നിളയുടെ പാലം കടന്ന് കൂട്ടുവാത വഴി കൂറ്റനാട് പോകുന്നു, മറ്റൊരു റോഡ് ഒറ്റപ്പാലം പോകുന്നത്, മറ്റൊരു റോഡ് പള്ളിപ്പുറം പോകുന്നത്. ഇങ്ങനെയുള്ള മൂന്നും കൂടി ആ ജംഗ്ഷനിലാണ് ഈ അത്ഭുതക്കുഴി ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കറിയാം സ്കൂളുണ്ട്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ കോടതി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ എല്ലാം കൂടി കൂടിയ ഒരു സ്ഥലമാണ് നമ്മുടെ പട്ടാമ്പി. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ കുഴി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എത്രയോ വലിപ്പമാണ്. ആളുകൾ എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് എന്ന് ആ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ദുരിതം അറിയുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ അത്ഭുതക്കുഴി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് എനിക്കറിയില്ല. കാരണം ജനങ്ങളാൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു സംഭവത്തെ നമ്മൾ അത്ഭുതവും അതുപോലെ തന്നെ മാന്ത്രികവും ഒക്കെ ആയി കാണണം. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വലിയൊരു അത്ഭുതക്കുഴി എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ റോട്ടിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പല പ്രാവശ്യം ഈ കുഴി അടയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൂടിയാൽ 2 ആഴ്ച നിൽക്കും, അത് കഴിഞ്ഞ് ഈ കുഴി വീണ്ടും തുറക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ന്. പ്രത്യേകം അത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നത് തന്നെയല്ലേ. എല്ലാ ആളുകൾക്കും ആ ചിന്ത ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ തുറക്കാനോ അടയ്ക്കാനുള്ളൊരു കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഇതിലെ വർക്ക് ചെയ്യിക്കുന്ന ആളുകളുടെ ആത്മാർത്ഥത കുറവ്, അതല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആത്മാർത്ഥത കുറവ് എന്നൊക്കെയാണ് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഇവിടെ തുടർന്ന് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സംഭവവും നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യം തന്നെയല്ലേ. ഇവിടെ നമുക്കറിയാം, അങ്ങേയറ്റം വിഡ്ഢികളാവുന്നത് യാത്രക്കാരാണ്, പൊതുജനങ്ങളാണ് അങ്ങേയറ്റം വിഡ്ഢികളാവുന്നത്. കാരണം ജനങ്ങളുടെ മുന്നിൽ അവർ അടയ്ക്കുന്നുണ്ട്, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവുന്നില്ല എന്നത് ആണ് ഏറ്റവും വലിയ ഖേദകരം. നമുക്കറിയാം, ഒരു ദിവസം അനേകായിരം വണ്ടികൾ യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണിത്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഈ കുഴി താണ്ടിയിട്ടല്ലാതെ ഇതിലെ ആളുകൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കേട്ടോ. ഇവിടെ അങ്ങേയറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങേയറ്റം സാങ്കേതിക വിദ്യ നടപ്പാക്കിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കടലിൽ പോലും പാലം കെട്ടാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റത്തൂണിൽ പാലം കെട്ടിയിട്ട് മെട്രോ എന്ന പേരിൽ ട്രെയിൻ ഓടിച്ച്, അതായത് ഇലക്ട്രിക് ട്രെയിൻ ഓടിച്ച് യാത്രാ സൗകര്യം ഒരുക്കാൻ വരെ നമുക്കിന്ന് കഴിഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ 100 മീറ്റർ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അളക്കാനും, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ,
എന്നെല്ലാം നേരിട്ട് കണ്ടെത്തി ഫോട്ടോ എടുത്ത് അധികാരികളുടെ ഓഫീസിൽ എത്തിച്ച് ഫൈൻ അടപ്പിക്കുന്ന ആധുനിക ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എന്നിരിക്കെയാണ് ഈ ഒരു കുഴി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. റോട്ടിൽ രൂപപ്പെടുന്ന ഒരു കുഴിയെ ഒരു പ്രതിഭാസമായി കണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് വലിയൊരു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല കേട്ടോ. നേരെ മറിച്ച് ഇവിടെയുള്ള MLA മുതൽ താഴോട്ട് വാർഡിൽ ഉള്ളവരും അതുപോലെ തന്നെ PWD AE മുതൽ ഓവർസിയർ വരെ ഉള്ള ആളുകൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഏത് നിയമ സംവിധാനമായാലും ജനങ്ങളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി പിഴിയാനും അതുപോലെ തന്നെ പല നിയമങ്ങളും ഉപയോഗിച്ച് മനുഷ്യനെ പെറ്റിയടിക്കാനും മാത്രം ഒരു അവസരം ഒരുക്കിയാൽ പോരാ. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പട്ടാമ്പി കൊളപ്പുള്ളി റോഡിൻ്റെ പുതുക്കിപ്പണി മേലെ പട്ടാമ്പി വരെ എത്തി നിൽക്കുന്നു. ആ റോഡ് പണി ഇതിലെ കടന്നുപോയി നീള ഹോസ്പിറ്റൽ വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ വർക്ക് കഴിയുമ്പോഴെങ്കിലും ഈ റോഡ് നന്നാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഭരണവർഗത്തിൻ്റെ ഇത്തരം അനാസ്ഥകളെ ചോദ്യം ചെയ്യുകയും ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്തരം അനാസ്ഥകളെ നമ്മളൊരിക്കലും അംഗീകരിക്കാനും വെച്ചു പൊറുപ്പിക്കാനും പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. ഇത് കേൾക്കുന്ന ആളുകൾ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട്, ഇപ്പോൾ പട്ടാമ്പിയിൽ നമുക്കറിയാം മറ്റു പല സ്ഥലങ്ങളിലും കുഴിയുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലുള്ള കുഴി ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷക്കാലത്ത് രൂപപ്പെട്ടതാണ്. അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു കുഴിയില്ല. ഈ കുഴിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുത കുഴി എന്ന് തന്നെ വിളിക്കാവുന്ന കുഴി. ഇത് എല്ലാ ആളുകൾക്കും അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പല ആളുകളും ആ കുഴി താണ്ടി പലതും അനുഭവിച്ച് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ എന്താണിത് എന്ന് മാത്രം ചിന്തിച്ച് കൊണ്ട് അതിലെ യാത്ര ചെയ്യുന്ന ഒരു ദുരിത കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.